നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, മകളാണ്, ഇത്തരത്തിലുള്ള ചില വാക്കുകളൊക്കെ നമ്മൾ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആക്രമിക്കപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ കേരളത്തിലുണ്ട്. എന്നാൽ അതിക്രൂര കൊലപാതകം നടത്തുന്ന സ്ത്രീകളുടേതും കൂടിയായി മാറുകയാണ് ഇപ്പോൾ കേരളം. അതായത് കേരളം ഞെട്ടുകയാണ് ചില കേസുകൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നതോടെ. മുൻപ് ബിഗ് ബോസിൽ പങ്കെടുത്ത അഖിൽ മാരാർ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കില്ല. അങ്ങനെ എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കേണ്ട കാര്യം ഇല്ലല്ലോ. ഒരു കുടുംബത്തിലെ എല്ലാവരെയും കൊന്ന ജോളി ഒരു സ്ത്രീയാണ്. കഷായത്തിൽ വിഷം കലർത്തി കാമുകന് നൽകിയ ഗ്രീഷ്മ ഒരു സ്ത്രീയാണ്. രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ അവരും ഒരു സ്ത്രീയാണ്. ഞാൻ എന്തിന് അവരെയൊക്കെ ബഹുമാനിക്കണം? നല്ല സ്ത്രീകളെ ഞാൻ ബഹുമാനിക്കും എന്ന്. അത് വളരെ പ്രസക്തമായ ഒരു പ്രസ്താവന തന്നെയാണ്. കാരണം അങ്ങനെ എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കാൻ കൊള്ളുന്നവരല്ല എന്ന് ഇത്തരത്തിലുള്ള ചില കേസുകൾ കൂടി നമുക്ക് കാണിച്ചു തരികയാണല്ലോ. ഗ്രീഷ്മയുടെ വധശിക്ഷ ഒക്കെ കോടതി വിധിച്ചു കഴിഞ്ഞു. അവർ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയതോടെ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീ കുറ്റവാളികളുടെ എണ്ണത്തെക്കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. കേരളത്തെ നടുക്കിയ വനിതാ കുറ്റവാളികൾ നിരവധി പേരാണ്. പലരും കൊലപാതകം നടപ്പിലാക്കിയ രീതി പോലും ഞെട്ടിപ്പിക്കുന്നതാണ്. സമീപകാലത്തെ ചരിത്രം പരിശോധിച്ചാൽ സ്ത്രീകൾ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകൾ വർദ്ധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. ആൺ സുഹൃത്തിനെ വെട്ടിനുറുക്കി സൂട്ട്കേസിലാക്കിയ ഡോക്ടർ ഓമന, 1.5 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞുകൊന്ന സൗമ്യ, ഭർതൃപിതാവിനെ ക്വട്ടേഷൻ സംഘത്തിനെ കൊണ്ട് കൊല്ലിച്ച ഷെറിൻ, 18 വർഷങ്ങൾക്കിടെ 6 പേരെ കൊല ചെയ്ത കൂടത്തായി ജോളി, കാമുകനെ വിഷം കൊടുത്തു കൊന്ന ശരണ്യ. ഇങ്ങനെ നീളുന്നു കൊടും കുറ്റവാളികളായ സ്ത്രീകളുടെ പട്ടിക. അതിലേക്ക് ഏറ്റവും ഒടുവിലായി ഗ്രീഷ്മയും കൂടി. പെൺഗുണ്ടകളും പെൺമാഫിയകളും പ്രൊഫഷണലായി തന്നെ കളം പിടിച്ചിരിക്കുകയാണ്. വിവാഹ തട്ടിപ്പും ബ്ലാക്ക് മെയിലിംഗും കോടികളുടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ഉൾപ്പെടെ സ്ത്രീകൾ കണ്ണികളായ സംഭവങ്ങൾ നിരവധിയാണ്. ഇന്ന് ആർക്കും ആരെയും വിശ്വാസമില്ലാതെ ആയിരിക്കുന്നു. കാരണം അത്തരമൊരു സമൂഹത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. കേരളത്തിൽ അടുത്തിടെയായി നടക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം കാരണം. ഒരു സ്ത്രീ ലിഫ്റ്റ് ചോദിച്ചാൽ പോലും കൊടുക്കാൻ ഭയമായി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ പുരുഷന്മാർക്ക് പോലും. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പല നിയമങ്ങളും സ്ത്രീകൾ തന്നെ ദുരുപയോഗം ചെയ്യുന്നു. ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഗ്രീഷ്മ നൽകിയ കഷായവും ജ്യൂസും കുടിച്ച് പാറശാല സ്വദേശി ഷാരോൺ മരിക്കുന്നു. വാർത്ത പുറത്തു വന്നപ്പോൾ മലയാളികൾ ആദ്യം വിശ്വസിച്ചില്ല. എല്ലാവരും ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കുകയായിരുന്നു. പാവം ഒരു പെൺകുട്ടി ഇത് ചെയ്യുമെന്ന് കരുതുന്നില്ല. പോലീസ് പോലും പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടതല്ലേ? അവൾ മിടുക്കിയാണ്, റാങ്ക് ഹോൾഡർ ആണ് എന്നൊക്കെ. പിന്നെ ഒരു മതവിഭാഗക്കാർ പ്രത്യേകം ഇവളെ അങ്ങ് ഉയർത്തിപ്പിടിക്കുകയായിരുന്നു. അതായത് ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ എല്ലാവരും ചേർന്ന് പൊതിഞ്ഞ് സംരക്ഷിച്ചു. സാധാരണ ഒരു കുറ്റകൃത്യം പുറത്തു വരുമ്പോൾ അതിൽ ആദ്യം പുരുഷന്റെ ഇടപെടലല്ലേ പറയുകയുള്ളൂ. ഒരു സ്ത്രീ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ വളച്ചൊടിക്കുകയും അല്ലെങ്കിൽ ആ ക്രൈമിനെ മനോഹരമായി ചിത്രീകരിക്കുന്ന രീതിയും ഒക്കെ ഉണ്ടല്ലോ. അതിൽ പെടുന്നതാണ് ഗ്രീഷ്മയുടെ കാര്യത്തിൽ. അവളും ഇടുക്കിയാണ്, റാങ്ക് ഹോൾഡർ ആണ് എന്നൊക്കെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ തന്നെ പറഞ്ഞ വാക്കുകൾ അന്ന് വിവാദമൊക്കെ ആയതാണല്ലോ. എന്നാൽ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുത്ത് 24 മണിക്കൂറിനകം എല്ലാം തെളിയിക്കുകയായിരുന്നു. കൊടും ക്രിമിനലുകളെ വെല്ലുന്ന ആസൂത്രിത നീക്കം നടത്തിയാണ് ഗ്രീഷ്മ ഈ കുറ്റകൃത്യം നടത്തിയത് എന്ന് കണ്ട് കേരളം ഞെട്ടിപ്പോയി. എന്നാൽ ഇന്ന് കേരളത്തിൽ പേടിപ്പെടുത്തുന്ന ഒരു പേരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കഷായം ഗ്രീഷ്മ. ക്രൂരമായ കൊലപാതകങ്ങളും മറ്റു കുറ്റകൃത്യങ്ങളും ഉൾപ്പെടെ സ്ത്രീകൾ കണ്ണികളായ സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. അടുത്ത കാലത്ത് നടന്ന പല കുറ്റകൃത്യങ്ങളും ആഡംബര ജീവിതം ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്ന് വ്യക്തമാകുകയാണ്. എങ്ങനെയും പണം ഉണ്ടാക്കണം എന്ന ചിന്ത കുറ്റകൃത്യങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നു. കുറ്റകൃത്യങ്ങളിൽ പ്രൊഫഷണൽ സ്വഭാവം ഇവർ ആർജിച്ചെടുക്കുന്നു. 1980 വരെയുള്ള പോലീസ് രേഖകളിൽ പോക്കറ്റടി, മോഷണം, വ്യാജ വാറ്റ്, സ്വയരക്ഷയ്ക്കായി നടത്തിയ കൊലപാതകങ്ങൾ എന്നിവയായിരുന്നു സ്ത്രീകൾ പ്രതികളായ പ്രധാന കുറ്റങ്ങൾ. അന്ന് സഹായികളുടെയും പ്രേരകയുടെയും റോൾ നിർവഹിച്ചിരുന്ന സ്ത്രീകൾ ഇപ്പോൾ ആസൂത്രകരായി മാറിയിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലുണ്ടായ വർധനവ് പോലെ തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിലും ആനുപാതികമായ വർധനവുണ്ടായിട്ടുണ്ട്. കുറ്റകൃത്യം ചെയ്യാനുള്ള മനോഭാവം സ്ത്രീകളിൽ വർദ്ധിച്ചു. എന്നാൽ അവർക്ക് ലഭിക്കുന്ന അമിത വാർത്താ പ്രാധാന്യം സ്ത്രീ കുറ്റവാളികൾ കൂടുന്നു എന്ന ചിന്തയിലേക്ക് സമൂഹത്തെ നയിക്കുന്നുണ്ട്.
എങ്ങനെയും പണമുണ്ടാക്കണം എന്ന ചിന്ത സമൂഹത്തിൽ വ്യാപിച്ചതോടെയാണ് കുറ്റകൃത്യങ്ങളിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ആഡംബരത്തിന്റെയും പണത്തിന്റെയും പ്രലോഭനത്തിൽ സ്ത്രീകൾ എളുപ്പം വീണു പോകുകയും ചെയ്യുന്നുവെന്ന്. സമൂഹത്തിൽ പൊതുവിലുണ്ടായ ജീർണതകളുടെ തുടർച്ച തന്നെയാണ് സ്ത്രീകളുടെ ജീവിതത്തിലും വന്ന മാറ്റവും. ആർഭാടമായ ജീവിതവും വലിയ വീടും കാറും ഒക്കെ സ്വപ്നം കണ്ട് കുറുക്കു വഴികൾ തേടിയതോടെ സ്ത്രീകളിൽ കുറ്റവാസനയും കൂടിയിട്ടുണ്ട്. ഹണി ട്രാപ്പ് ഒക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. ചെറിയ കുറ്റകൃത്യങ്ങളിലൂടെ കുറച്ചു കാലത്തെ പ്രവർത്തനത്തിലൂടെ സ്ത്രീകളും ക്രമേണ പ്രൊഫഷണൽ സ്വഭാവം ആർജിച്ചെടുക്കുന്നു. ഗ്രീഷ്മയുടെ കാര്യത്തിൽ തന്നെ ഇത് വ്യക്തമാകുകയാണല്ലോ. അതായത് ഉയർന്ന കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണാലോചന വരുന്നതോടുകൂടി തന്നെയാണ് ഷാരോണിനെ എങ്ങനെയെങ്കിലും വകവരുത്തണം എന്ന തീരുമാനത്തിലേക്ക് ഗ്രീഷ്മയും എത്തുന്നത്. സമൂഹം മാറി. കുറ്റവാളികളായ വനിതകളുടെ പ്രായപരിധി 18നും 50നും ഇടയിലാണ് എന്ന കാര്യം സ്ത്രീകളിലെ യുവസമൂഹത്തിലാണ് കുറ്റവാളികൾ കൂടി വരുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലും പുരുഷനോടൊപ്പം എത്താനാണ് സ്ത്രീകളും മത്സരം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.